السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد عبدك ونبي ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما قدر الله في كل وقت وحين. أما بعد മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ചൊല്ലുവർ മഹാൻ ചെന്ന് ನಾನು 4 ಆಯತುಲ್ ಕುರ್ಸಿ ಓದಿನ ರೂಢಿಯಾಕಿದ್ದೆ. ಆರು ಮಹಾನ್ ಚೆಲ್ಲು ನಾನು 4 ಆಯತುಲ್ ಕುರ್ಸಿ ಅದು ಎಲ್ಲ 666 ಆಯತರು ಲೀಡರ್ ಅದು ಆಯತುಲ್ ಕುರ್ಸಿ. ಆದರೆ ನಾನು 4 ಓದಿಟ್ಟಿದ್ದೆ. ഒരു 4 ನನ್ನ ತಡಿಲಿ ಭಯಂಕರ ನೊಂಬಲ ಎಣಿಸಿತ್ತು. ನೊಂಬಲ ಭಾರೀ ನೊಂಬಲ ಕಂಡು ಬಂತು. ತಡಿ ഇടി നൊമ്പല. അപ്പോൾ അവിടേക്ക് ഞാൻ മങ്ങിപ്പോയാൽ എന്തെങ്കിലും വറക്ക് വന്ന് വളയത്ത് വറക്കൽ കിനാവ് കണ്ടെത്ത് ജണ്ടാൽ പലക്ക വരാറ് എന്തുകൊണ്ടു ഒരാൾ പിന്നാരാൾ ചൊല്ലി ഈ ആള് ധാരാളം പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുൽ കുർസി ഓതുറയില്ല. അതുകൊണ്ട് ഈ ആയത്തുൽ കുർസിയിൽ അള്ളാഹുടെ 360 റഹ്മത്തുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് അതൊരു ലാഭം കിട്ടാണ്ടിക്കില്ല എന്ന് അങ്ങ് പലക്ക പറഞ്ഞിട്ടുണ്ടെന്ന് ആ കേട്ടെ. ನಾನು ವರ್ಕಡೋ പെട്ടെന്ന് ഹബറായ നോക്കുമ്പോൾ ഞാൻ പൂർണ്ണമായ നിലക്ക് ഒരൊറ്റ ഒരു നൊമ്പലില്ലാണ്ട് പൂർണ്ണമായ നിലക്ക് എന്തായിന്ന് പരിപൂർണ്ണ ഷിഫായിന്ന് ചിന്തകൾ പൂർണ്ണമായ നിലക്ക് ഷിഫായിന്ന്. ആയത്തിനെ കുറിച്ച് 360 അള്ളാഹുടെ റഹ്മത്തുള്ള ഒരു ആയത്തായിരിക്കും. അതിൽ കുറവുള്ളത് അതിൽ അത് ഒന്നിറങ്ങുമ്പോൾ ധാരാളം ലാഭമുണ്ട്. ഒന്ന് അങ്ങ് ദാരിദ്ര്യം ഉണ്ടാവില്ല, പിന്നെ ഒന്ന് ഖബർ ശിക്ഷ അനുഭവിക്കില്ല, പിന്നെ ഏതവത്തുക ആയത്തിനെ കുറിച്ച് ഓതിട്ട് ഏതവത്തുറങ്ങുന്നുകൊണ്ട് ആ അവത്തുറങ്ങ ശൈത്താന് പ്രവേശിക്കില്ല. ശൈത്താന് പുറത്ത് നിൽക്കണം. പിന്നെ ഓരോ മനുഷ്യന്മാർക്ക് 7000 മലക വിശേഷ കാവലുണ്ടാക്കണാറ്. യാത്ര പോകുമ്പോൾ ആരാട്ട് ഓതിട്ടെങ്കിൽ അങ്ങ് സ്പെഷ്യൽ അങ്ങ് പണ്ട് വന്ന് എത്രത്തോളം വിശേഷ മലക്കങ്ങനെ കാവലിക്കണം. ആർക്ക് ആയത്തിനെ കുറിച്ച് മനുഷ്യന്മാർ ആയത്തിൽ കുറിച്ച് ധാരാളം ഓതുന്ന മനുഷ്യന്മാർക്ക് എല്ലാ നബിമാർ 4 ആഖിറത്തിൽ ഉണ്ടാക്കണാറ് ശുപാർശാക്കണാറ്. ആയത്തിൽ കുറിച്ച് ഓതുന്ന മനുഷ്യന്മാർ ദുആക്ക് ഉത്തരവുണ്ട്. കാരണം അതിൽ ഇസ്മുൽ ഉണ്ടല്ലോ. മുന്നോടുത്തവർക്ക് ആയത്തിൽ കുറിച്ച് ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെ ഓതുറാറങ്ങൂ അങ്ങനെ ദരജ യാറാവണം. പിന്നെ അങ്ങനെ സർവ ಸಂಕಷ್ಟ രോഗങ്ങൾ എല്ലാം ശിഫയാവണം. സിഹിർ അങ്ങ് ബാധിക്കില്ല. സിഹിർ ഉണ്ടെങ്കിൽ ബാത്തിനാവണം. ഇൽമുന്നാഫി ആറാവണം. ഇത് ആയത്തിനെ കുറിച്ച് ധാരാളം ഓതരങ്ങാവണം. ഒന്നെടുത്താൽ പിന്നെ ഓതലും സുന്നത്തുണ്ട്. ഒന്നെടുത്ത് ടൈം എടുത്ത് ഒന്നിട്ടെങ്കിൽ എന്താവണം ദരജയ യാറാവണം. എല്ലാ നിസ്കാറിലും പിന്നെ ഓതൽ സുന്നത്തുണ്ട്. അപ്പോൾ ഓതിട്ടെങ്കിൽ അവന് മൂത്തെ ഒന്ന് അഡ്ഡ സ്വർഗത്ത് പോകും. മൂത്ത് മാത്രം അവനക്ക് അഡ്ഡല്ല ചെന്ന് അവന് മരിക്കലോട് കൂടി അവന് സ്വർഗത്ത് പോകേണ്ടത്. അത് ചെന്ന് നിസ്കാരത്തിൽ എല്ലാ ഫറൽ നിസ്കാരത്തിൽ പിന്നെ ആയത്തിൽ കൂട്ടി ഓതരോ ഓതരങ്ങു വലിയ ഫലായിൽ വലിയ ഗ്രേഡ് വലിയ ദരജകും. അങ്ങനെ അള്ളാഹു ഷാക്കിറായിട്ട് കണക്കാട്ടാൻ എന്തെങ്കിലും ശുക്ർ ചെയ്യുന്ന അള്ളാഹുവായിട്ട് എന്നാണ്. പിന്നെ ഉറങ്ങുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതൽ വിശേഷ സുന്നത്ത് ഓതിട്ട് എല്ലാ ശൈത്താന്മാരെ ഷറിൽ നിന്ന് ബച്ചാവാണ്. ബാങ്ക് ഇക്കാമത്തിടൽ ആയത്തിൽ കുറിച്ച് ഓതൽ സുന്നത്ത്. അങ്ങനെ ഓതുന്ന മനുഷ്യന്മാർക്ക് സ്വർഗം അങ്ങനെ കാത്തോണ്ടിരിക്കണം. അതുകൊണ്ട് ആയത്തിനെ കുറിച്ച് ധാരാളം ഓതരങ്ങ ആവണം. എല്ലാ നിസ്കാരിലും പിന്നെ അടക്കം ബാക്കിന്ന് എപ്പോഴും ആയത്തിനെ കുറിച്ച് ഓതിട്ടെങ്കിൽ 4 കുറവ് പോണിയിൽ പെട്ട ആയത്തിനെ കുറിച്ച് ഓതരാറുണ്ടെങ്കിൽ അങ്ങ് ഒരൊറ്റ ഷർറിക്കില്ല, 6 ഷർറിക്കില്ല. ഒരൊറ്റ അള്ളയുടെ സൃഷ്ടികൾ ഏതൊരു ഇടകേറുവോ ഷർറിക്കില്ല. അതുകൊണ്ട് ധാരാളം ആയത്തിനെ കുറിച്ച് ഓതരങ്ങ ആയിട്ടെങ്കിൽ ആയത്തെ കുറിച്ചൊരു ഫലായിൽ
ചെന്നിട്ട് മനതട്ടാക്കും തീർക്കുക ആർക്കാവില്ല. ബുദ്ധിശക്തി ആരാവണം, നെനപ്പ് ശക്തി ആരാവണം, സ്വഭാവം നല്ലാവണം, ആലസ്യം ഇല്ലാണ്ടാവണം. അതുകൊണ്ട് ധാരാളം ആയത്തെക്കുറിച്ച് ഓതണം. സ്വാലിഹിക ഞങ്ങൾ അതുകൊണ്ട് മഹാന് ജുനൈദ് അൽ ബഗ്ദാദി കണ്ടോ ഒരു മഹാന് എന്ന് കണ്ടിട്ട് അയാൾ ധാരാളം ആയത്തെക്കുറിച്ച് ഓതിയിട്ടുണ്ട്. ഓതിട്ട് ഓതി ഈ ഉള്ള അയാൾ ഓതറയിൽ അയാൾ പറഞ്ഞാൽ തടി ഫുള്ള് കാര്യമായ നൊമ്പലുണ്ടായിട്ട്. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് അവിടെ മങ്ങി വെച്ചിട്ട് വറക്ക് വന്ന് കൊടുത്തു. വറക്കം ചെണ്ടാൽ പലക്കാൻ പറ്റാറുണ്ടോ ചില മേൽ കൈ വെച്ചത് ഇയാൾ ഭാരി നമ്പലം കൊണ്ടു മുങ്ങിപ്പോയിട്ട് മാത്രം ഇയാളും ധാരാളം ആയത്തിൽ കുറിച്ച് ഓതറയിൽ. അതുകൊണ്ട് ആയത്തിൽ കുറിച്ചിൽ അള്ളാഹുടെ 360 റഹ്മത്തുണ്ട്. അതിന് ഒന്നാമത്തെ ഇയാൾക്ക് കിട്ടാണ്ടിക്കില്ല ചെതെങ്കിൽ ഇയാൾ അള്ളാഹുടെ റഹ്മത്തോട് ഒന്നാമത് കിട്ടാണ്ടിക്കില്ല എന്ന് ചെന്നപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഹബറയിട്ട് നോക്കുമ്പോൾ ഒരൊറ്റ തെല്ല് മേൽ കൈ നൊമ്പല എന്തു നൊമ്പൽ മേലില്ല അത്തെ എന്ന് ഇല്ലാതായിരുന്നു. അതിൽ സഖീറത്തുൽ മുആദ് ചില കിതാബിൽ കാണാം. അതുകൊണ്ട് ധാരാളം ആയത്തെക്കുറിച്ച് ഓതുന്നു. ഇൻഷാ അല്ലാഹ് അതാകട്ടെ. നിങ്ങളെല്ലാ പ്രവർത്തനവും സ്വീകരിക്കും റഹ്മാനെ. നിങ്ങളെല്ലാ പ്രവർത്തനം നീതി കബൂലാക്കുക അല്ലാഹ്. നിങ്ങളെല്ലാം സർവ്വദോഷം നീ മാഫാക്കുക റഹ്മാനെ. ധാരാളം ആയത്തെക്കുറിച്ച് ഓതുന്നു നീ ഭാഗ്യം ഉണ്ടാക്കുക അല്ലാഹ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.